നമസ്കാരം. നമ്മുടെ ഇന്നത്തെ സ്പെഷ്യൽ ആലു പൊറാത്തയാണ്. ചപ്പാത്തി അല്ലേ എന്ന് പറഞ്ഞ് എഴുത്തള്ളണ്ട. പൊറാത്തയും ചപ്പാത്തിയും തമ്മിൽ വ്യത്യാസമുണ്ട്, അത് പറഞ്ഞു തരാം. അപ്പോൾ ആദ്യം നമ്മൾ 1 കപ്പ് ഗോതമ്പ് പൊടിയാണ് എടുക്കുന്നത്. അതിൽ പാകത്തിന് ഉപ്പ്, പിന്നെ നെയ്യോ ബട്ടറോ ചേർത്ത് പൊടിയൊന്ന് നനയ്ക്കുക. ഇനി പാകത്തിന് വെള്ളം ഒഴിച്ച് ചപ്പാത്തിക്ക് മാവ് കുഴയ്ക്കും പോലെ കുഴയ്ക്കുക. എന്നിട്ട് അതങ്ങ് മാറ്റി വയ്ക്കുക. നിങ്ങൾക്കറിയാവുന്ന പോലെ ഇത് നോർത്ത് ഇന്ത്യയിലെ പ്രധാന പ്രഭാത ഭക്ഷണമാണ്. നോർത്ത് എന്ന് പറയുമ്പോൾ സൗത്ത് ഒഴികെ ഈസ്റ്റും വെസ്റ്റും ഒക്കെ വരും എന്നും. നമ്മൾ സൗത്തുകൾക്ക് പണ്ടേ ഈ ഗോസായ ഭക്ഷണമൊന്നും അത്ര പിടിക്കാറില്ല. പക്ഷെ ഉള്ളത് പറയാമല്ലോ, വെജിറ്റേറിയൻ ഭക്ഷണം കഴിക്കാൻ അവിടെയാണ് ബെസ്റ്റ്. എന്നാ വെറൈറ്റി ആണെന്നോ? നമ്മുടെ സദ്യയും ഇഡ്ഡലിയും സാമ്പാറും ഒന്നും മറന്നു പറഞ്ഞതല്ല കേട്ടോ. ഇതിനിടയ്ക്കൊരു കാര്യം, നിങ്ങൾ ഈ ചാനൽ ആദ്യമായാണ് കാണുന്നതെങ്കിൽ ദയവായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നാടൻ രുചികൾ അടുത്ത തലമുറയ്ക്ക് കൂടി പകർന്നു നൽകുക എന്ന ഉദ്ദേശത്തിൽ തുടങ്ങിയ ഒരു ബ്ലോഗിൻ്റെ ഭാഗമാണ് ഈ ചാനൽ. അതുകൊണ്ട് തന്നെ നിങ്ങൾ നൽകുന്ന ഓരോ ലൈക്കും ഷെയറും ഞങ്ങൾക്ക് വളരെ പ്രോത്സാഹനമാണ് നൽകുന്നത്. പൊറാത്ത എന്നത് ലെയർ ആയി ചെയ്തെടുക്കുന്ന ചപ്പാത്തി എന്ന് വേണേൽ പറയാം. ലെയർ കൂട്ടി മൈദയിൽ ഉണ്ടാക്കുന്നതാണ് നമ്മുടെ നാടൻ പൊറോട്ട. അവിടെ ഗോതമ്പ് പൊടിയാണ് ഹീറോ. ഇങ്ങനെ ലെയർ ആക്കുമ്പോൾ ഇടയ്ക്ക് ഒന്നുകിൽ വെണ്ണയോ നെയ്യോ ചേർക്കും, അല്ലെങ്കിൽ ഇതുപോലെ ഫില്ലിങ് ചേർക്കും. അതാണ് ചപ്പാത്തിയും പൊറാത്തയും തമ്മിലുള്ള വ്യത്യാസം. ഇനി നമുക്ക് മസാല ഉണ്ടാക്കാം. ആദ്യമേ തന്നെ ഉരുളക്കിഴങ്ങ് പുഴുങ്ങി പൊടിച്ച് വെച്ചേക്കുക. ഞാൻ മിക്സിയിലിട്ട് ഒന്ന് പൊടിച്ചു എടുത്തു. എന്താ സ്പെഷ്യൽ എന്ന് പറഞ്ഞാൽ നല്ല വെണ്ണ പോലെ കിട്ടും. ആദ്യം കുറച്ച് നെയ്യ് ഒഴിച്ച് ചൂടാക്കുക. ഇനി അതിൽ പച്ചമുളക് നല്ല പൊടിയായി അരിഞ്ഞ് ചേർത്ത് മൂപ്പിക്കുക. ഒരു 2 സ്പൂൺ ചേർത്താൽ മതി. ഇനി ഒരു സവാള എടുത്ത് പൊടിയായി അരിഞ്ഞതാണ് ചേർക്കുന്നത്. അതൊക്കെ ഇട്ട് നന്നായി മൂപ്പിക്കുക. ഇനി നമുക്ക് മുളക് പൊടി ചേർക്കാം. പിന്നെ നോർത്ത് ഇന്ത്യൻ ഭക്ഷണമാണെങ്കിൽ അതിലിത്തിരി ഗരം മസാല ചേർത്തില്ലെങ്കിൽ ഒരു ഗുമ്മില്ല. അതുകൊണ്ട് അതും നമ്മൾ ചേർക്കും. പിന്നെ ഉപ്പ് ചേർക്കാൻ മറക്കരുത്. ഇനി നമുക്ക് ഉരുളക്കിഴങ്ങ് പൊടിച്ചത് ചേർക്കാം. അതങ്ങ് നന്നായി മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ മസാല റെഡിയായി. പൂർണ്ണമായെന്ന് പറയാൻ പറ്റില്ല. ഒരു ഓപ്ഷണൽ കണ്ടൻ്റായിട്ട് നമുക്ക് വേണമെങ്കിൽ ഇച്ചിരി മല്ലിയില അരിഞ്ഞത് ഒരു 2 സ്പൂൺ ചേർക്കാം. ഇനി വലിയ പണിയില്ല. കുറച്ച് മാവെടുത്ത് ചെറിയ ഉരുളകളാക്കുക. പിന്നെ ചെറുതായി പരത്തി 1 സ്പൂൺ മസാല വെച്ച് അടച്ച് സീൽ ചെയ്ത് പരത്തിയെടുക്കുക.
അധികം ബലമൊന്നും കൊടുക്കണ്ട. ആലു പൊറാത്തയ്ക്ക് അല്പം കട്ടി വേണം, അതുകൊണ്ട് അധികം ബലപ്രയോഗമൊന്നും വേണ്ട. ഇനി കല്ലിൽ ലേശം നെയ്യ് ഒഴിക്കുക. ഇത് തിരിച്ചും മറിച്ച് വിട്ട് ചുട്ടെടുക്കുക. മുകളിൽ നെയ്യൊക്കെ പുരട്ടി കൊടുക്കാവുന്നതാണ്. ഇതിന് കറികളൊന്നും വലിയ നിർബന്ധമില്ല. ഒരു കഷ്ണം ബട്ടർ ചേർത്ത് അങ്ങ് കഴിക്കാം. വേണമെങ്കിൽ ഒരു പച്ചമുളകും കടിക്കാം. നിർബന്ധമാണെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള എന്ത് കറി കൂട്ടിയും ഇത് കഴിക്കാം കേട്ടോ. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ബട്ടൺ ഞെക്കുക. ബന്ധുക്കൾക്കും സുഹൃത്തുക്കൾക്കുമായി ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ അടുത്ത വീഡിയോയുമായി വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.